ദ ജേർണലിസ്റ്റിലേക്ക് മലയാളത്തിൽ ഏറ്റവും അധികം കാഴ്ചക്കാരും ചാനലുകളുമുള്ള ഓൺലൈൻ നെറ്റ്വർക്ക് മുഖ്യധാരാ മാധ്യമങ്ങളുടേതല്ലാതെ ABC മലയാളമാണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് മലയാളി വാർത്തയാണ്. മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സ്ഥാപനമാണ് മറുനാടൻ മലയാളി. ഇവർക്ക് 5-8 ചാനലുകളുണ്ട്. അത്യാവശ്യം തരക്കേടില്ലാത്ത വ്യൂവർഷിപ്പും വരുമാനവും ഓഫീസും ഒക്കെയുണ്ട്. പക്ഷേ വിവാദങ്ങളുടെ കാര്യത്തിൽ, കേസുകളുടെ കാര്യത്തിൽ ഒരുപക്ഷെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഓൺലൈൻ സ്ഥാപനം എന്നത് മറുനാടൻ മലയാളിയായിരിക്കും. അതിൻ്റെ ഉടമ സാജൻ പറയുന്ന കാരണം ഇടത് ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ താൻ തുറന്ന് സംസാരിക്കുന്നത് കൊണ്ട് രാജ്യവിരുദ്ധ ശക്തികൾ തനിക്കെതിരെ പോരാടുന്നതാണ് എന്നാണ്. അതുപോലെ തന്നെ കളങ്കിത കച്ചവടക്കാർ, കളങ്കിത രാഷ്ട്രീയക്കാർ തുടങ്ങിയവരെയൊക്കെ താൻ തുറന്നെതിർക്കുന്നത് കൊണ്ട് ഈ കളങ്കിതരെല്ലാവരും കൂടി ചേർന്ന് തനിക്കെതിരെ പണിയുന്നതാണെന്നും സാജൻ തൻ്റെ വീഡിയോയിൽ അവകാശപ്പെടാറുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടി കേരളത്തിലെ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തു. ആ വാർത്ത നോക്കുക. എന്തുകൊണ്ട് സാജനെ അറസ്റ്റ് ചെയ്യുന്നില്ല? പോലീസിന് കോടതിയുടെ രൂക്ഷ വിമർശനം. എന്തുകൊണ്ട് സാജനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പോലീസിനോട് കോടതി ചോദിച്ചിരിക്കുന്നു എന്നാണ് ആ വാർത്ത. ഈ വാർത്ത റിപ്പോർട്ടറും 24-ഉം ന്യൂസ് 18 കേരളവും മീഡിയ 1-ഉം ഏഷ്യാനെറ്റും ഒക്കെ അടങ്ങുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾ എല്ലാവരും തന്നെ നൽകിയിട്ടുണ്ട്. സാധാരണഗതിയിൽ തനിക്കെതിരെ എന്തെങ്കിലും വാർത്ത വന്നാൽ കളങ്കിതരായ ചാനൽ മുതലാളിമാരുടെ ഇടപെടലെന്നോ അല്ലെങ്കിൽ തനിക്കെതിരെ ഇടത് ഇസ്ലാമിക ജിഹാദി കൂട്ടങ്ങൾ വരുന്നതിൻ്റെ ലക്ഷണമെന്നോ ഒക്കെ പറഞ്ഞ് ന്യായീകരിക്കാറുള്ള സാജൻ ഈ വാർത്ത വന്ന് 24 മണിക്കൂർ പിന്നിട്ടിട്ടും ഇതേക്കുറിച്ചൊരു അക്ഷരവും മിണ്ടിയിട്ടില്ല. അതെന്തുമായിക്കൊള്ളട്ടെ, കാരണം അദ്ദേഹത്തിന് ചിലപ്പോൾ സമയം കിട്ടിയിട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ കോടതി എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്നത് സംബന്ധിച്ച് പഠിക്കാൻ സമയം വേണമായിരിക്കും. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യം. ഇനി അദ്ദേഹം ഈ വാർത്തയ്ക്ക് മറുപടി പറഞ്ഞില്ല എന്നോർത്ത് ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ കോടതി എന്തുകൊണ്ട് ഇങ്ങനെയൊരു നിലപാടെടുത്തു, കേരള പോലീസിനെ ഇത്രയും രൂക്ഷമായി എന്തുകൊണ്ട് വിമർശിച്ചു എന്നുള്ളത് രാഷ്ട്രീയ കേരളം വലിയ പ്രാധാന്യത്തോടു കൂടി, പ്രത്യേകിച്ച് CPM കേന്ദ്രങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യുന്ന കാര്യമാണ്. മുഖ്യമന്ത്രിയെ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഭാര്യ, മകൾ തുടങ്ങിയവരെയൊക്കെ മറുനാടൻ സാജൻ നിരന്തരമായി കടന്നാക്രമിക്കാൻ തുടങ്ങി. അതിന് സംഘപരിവാറിൻ്റെ വലിയ പിന്തുണയുമുണ്ടായി. അതുവരെ മുഖ്യമന്ത്രി എന്ന പദവിയെ ബഹുമാനിച്ചുകൊണ്ട് ഒരൊറ്റ മാധ്യമപ്രവർത്തകനോ യൂട്യൂബർമാരോ ഒന്നും ആ നിലയിൽ മുഖ്യമന്ത്രിയെയോ കുടുംബത്തെയോ കടന്നാക്രമിച്ചിരുന്നില്ല. ആരോപണമുണ്ടെങ്കിൽ ആരോപണങ്ങളുണ്ടെന്ന് പറയും, വിമർശനങ്ങളുണ്ടെങ്കിൽ വിമർശനങ്ങൾ ഉന്നയിക്കും. പക്ഷേ വല്ലാത്ത രീതിയിൽ അപഹസിക്കുകയും അവഹേളിക്കുകയും കടന്നാക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവണതയ്ക്ക് തുടക്കമിട്ടത് സാജനാണ്. പിന്നീട് സംഘപരിവാർ കേന്ദ്രങ്ങൾ അത് ഏറ്റെടുത്തു. സംഘപരിവാറുകാർ സാജനെ വളർത്തി. CPMനെ സ്ഥിരമായി കടന്നാക്രമിക്കുന്ന ശൈലിയായിരുന്നു സാജൻ്റേത്. BJPയെയോ കേന്ദ്രത്തെയോ കാര്യമായി കുറ്റം പറയാൻ സാജൻ സമയം ചെലവഴിക്കാറില്ല. അവരൊക്കെ പുണ്യവാളന്മാരാണ്, BJP ഗംഭീരമാണെന്ന് നാഴേക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടുവരിക്കും. അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചായ്വ് എങ്ങോട്ടാണ് എന്ന് മനസ്സിലാകും. അതിനിടയിൽ കോൺഗ്രസിനെയും ഇടയ്ക്ക് പുകഴ്ത്തും, ഇടയ്ക്ക് ചില കോൺഗ്രസ് നേതാക്കളെ ചീത്ത പറയും, ഇടയ്ക്ക് അവിടെയും ഇവിടെയും തൊടാതെ 2 വള്ളത്തിലും കാലിട്ട് പലതും പറയും. അങ്ങനെയൊക്കെയാണ് അദ്ദേഹം മുന്നോട്ട്. പക്ഷെ അപ്പോഴും BJPയെ പൊതിഞ്ഞ് സംരക്ഷിക്കാനും CPMനെ പച്ചയ്ക്ക് തെറി വിളിക്കുന്നത് പോലെ പുലഭ്യം വിളിക്കാനും സാജൻ ഒരു മടിയും കാണിച്ചിരുന്നില്ല. അങ്ങനെയുള്ള മറുനാടൻ സാജനെതിരെ CPMകാർ തന്നെ ഒരുപാട് പരാതികൾ പല സ്റ്റേഷനുകളിലും കൊടുത്തിട്ടുണ്ട്. PV അൻവറൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഇടയാനുണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ സാജനെതിരെ ഒരു നടപടിയും മുഖ്യമന്ത്രി സ്വീകരിക്കുന്നില്ല, പോലീസ് സ്വീകരിക്കുന്നില്ല എന്നാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നതെന്ന ചോദ്യമാണ് ഇപ്പോൾ കേരളത്തിൽ സജീവമായിരിക്കുന്നത്. അതായത് മറുനാടൻ സാജന് മുന്നിൽ തൊലിയുരിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിൽക്കുകയാണ്. കാരണം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സാജൻ എത്തിയപ്പോഴാണ് കോടതി ഇങ്ങനെ പറഞ്ഞതെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. കേരള പോലീസിന് അപമാനകരമാണ് ഈ സംഭവം. സാജനെ കണ്ടുപിടിക്കാത്ത കടവന്ത്ര പോലീസിൻ്റെ പേരിൽ കേരള പോലീസിന് മൊത്തം നാണക്കേടുണ്ടായ സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. കടവന്ത്ര പോലീസ് സാജനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ലെന്ന് ചോദിച്ചു. ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു. അപ്പോൾ കോടതി പറഞ്ഞു സാജൻ എന്നും ഇരുന്ന് വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് അയാൾ ഒളിവിലാണെന്ന് പറയുക തുടങ്ങി പോലീസിനെ പൊരിച്ചു. ഈ പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്ന ആഭ്യന്തര വകുപ്പ് ആരുടെ കയ്യിലാണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കയ്യിൽ. ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മുന്നണിയെയും ആ പാർട്ടിയെയും ഒക്കെ നിരന്തരം ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി CPMകാർ പരാതി കൊടുത്തിട്ടുള്ള ഒരാളാണ് ഈ സാജൻ എന്ന് പറയുന്നത്. അതായത് കേരള പോലീസിനെ കോടതി സാജനെ പിടികൂടാത്തതിൻ്റെ പേരിൽ വിമർശിച്ചു എന്ന് പറയുമ്പോൾ അതിന് ഉത്തരവാദിത്വം ശരിക്കും ആർക്കാണ്? ധാർമ്മികമായി ആഭ്യന്തരമന്ത്രിക്കാണ്. ആഭ്യന്തരമന്ത്രി എന്ന് പറഞ്ഞാൽ ആരാണ്? മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. എന്തുകൊണ്ട് CPMനെയും മുന്നണിയെയും
വ്യക്തിപരമായി പിണറായി വിജയനും ഇത്ര കടന്നാക്രമിച്ചിട്ടും സാജനെതിരെ ഇത്രയധികം പരാതികളുണ്ട്, 130 പരാതികളുണ്ടായിട്ടും ജാമ്യമില്ലാ വകുപ്പിൽ കേസുണ്ടായിട്ടും പോലീസ് ഇതുവരെ സാജനെതിരെ നടപടി സ്വീകരിക്കാത്തത് എന്താണ്? ഇനി എല്ലാം നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ സാജൻ എളുപ്പത്തിൽ ഊരിപ്പോരുന്നത് എങ്ങനെയാണ്? ഇതാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇതൊരു വലിയ ചർച്ചാ വിഷയമായതോടുകൂടി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അത് വാട്സപ്പിലൊക്കെ ഇപ്പോൾ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അത് ഞാൻ പ്രേക്ഷകരെ കാണിക്കാം. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയിലേക്കാണ് ആരോപണങ്ങൾ എത്തുന്നത്. നോക്കൂ, മുഖ്യമന്ത്രി പിണറായി വിജയനെ നശിപ്പിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി. സഖാക്കളും കേരള ജനവും അറിയണം, കൊച്ചിയിൽ ഡോക്ടർ ജോ ജോസഫിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാനുള്ള ശ്രമത്തിൽ ഓഡിയോ സംഭാഷണം ഉൾപ്പെടെ കേസിൽ കുടുങ്ങിയ മറുനാടൻ സാജനെ അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് രക്ഷിച്ചത് ആ വമ്പൻ സ്രാവ് പി ശശിയാണ്. പിണറായി വിജയനെ അപമാനിക്കുക, കോൺഗ്രസ് ലീഗ് നേതാക്കളെ അപമാനിക്കുക എന്നത് സാജൻ സ്കാറിയയുടെ പണിയാണ്. ആലപ്പുഴ ആയുർവേദ ആശുപത്രിയിൽ നിന്നും 10 ലക്ഷം രൂപ ചോദിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത കേസിൽ മറുനാടൻ സാജൻ പ്രതിയാണ്. UK ബിസിനസ്സുകാരൻ പരസ്യം നൽകാത്ത വൈരാഗ്യം മൂലം അപവാദം എഴുതി അയാളുടെ ദാമ്പത്യം തകർത്തു. ബ്ലാക്ക്മെയിൽ ചെയ്ത കേസിൽ ബ്രിട്ടീഷ് കോടതി സാജനെ ശിക്ഷിച്ചു. ഇയാൾ 45,000 പൗണ്ട് പിഴയടച്ചതാണ്. ബ്ലാക്ക്മെയിൽ വാർത്തകളുടെ രാജാവാണ് മറുനാടൻ സാജൻ. 200-ലേറെ ബ്ലാക്ക്മെയിൽ കേസിൽ ഇയാൾ പ്രതിയാണ്. ഇങ്ങനെയാണ് ഈ പോസ്റ്റ് തുടങ്ങുന്നത്. ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ. സാജൻ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടുന്നു എന്നോ അല്ലെങ്കിൽ 200ഓളം ബ്ലാക്ക്മെയിലിംഗ് കേസുകളിലെ പ്രതിയാണ് എന്നോ ഒന്നും തെളിയിക്കുന്ന ഒരു രേഖകളും എൻ്റെ കൈവശമില്ല. ഇതൊരു പോസ്റ്റാണ്, ഞാനത് അതുപോലെ വായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുകയാണ് തൃക്കാക്കര ഇലക്ഷനിലെ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫിനെ സാജൻ ബ്ലാക്ക്മെയിൽ ചെയ്തത്. ഓഡിയോ ഉൾപ്പെടെ ഡോക്ടർ നൽകിയ പരാതിയിൽ ജാമ്യമില്ലാ കേസെടുത്തിട്ട് ഇപ്പോൾ 3 മാസമായി. ഇനിയാണ് ട്വിസ്റ്റ്. ഇടത് നേതാവായ ഡോക്ടർ ജോ ജോസഫിൻ്റെ പരാതിയിൽ ജാമ്യമില്ലാ എഫ്ഐആറിൽ നിന്ന് രക്ഷപ്പെടാൻ സാജൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയെ കാണുന്നു. അറസ്റ്റ് ഒഴിവാക്കാൻ ലിക്വിഡ് ഗിഫ്റ്റ്, കൂടാതെ പി ശശിക്കെതിരെ സ്ത്രീപീഡന കേസിൽ വാർത്ത നൽകില്ലെന്ന് കരാറ്. പി ശശിയാകട്ടെ തലശ്ശേരിയിൽ മത്സരിച്ച അടുത്ത ആഭ്യന്തരമന്ത്രിയോ മുഖ്യമന്ത്രിയോ ആകാൻ കച്ചമുറുക്കുന്ന സമയമാണിത്. തലശ്ശേരിയിൽ മത്സരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടവുമായി താരതമ്യം ചെയ്ത് വാർത്ത വന്നാൽ തോറ്റുപോകുമെന്ന് പി ശശിക്കറിയാം. ഇത് ഉണ്ടാകാതിരിക്കാൻ സാജനുമായി കരാറുണ്ടാക്കി ശശി സ്വന്തം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പിണറായി സഖാവിനെയും പാർട്ടിയെയും സ്വന്തം നേതാവിനെയും ഒറ്റുകൊടുക്കുകയാണ്. സാജന്റെ അറസ്റ്റ് തടഞ്ഞ മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും കുതികാൽ വെട്ടിയവനാണ് പി ശശി. ഇയാളെ വിശ്വസിക്കരുത്. പണത്തിനും പെണ്ണിനും കസേരയ്ക്കും വേണ്ടി ഇയാൾ എന്തും ചെയ്യും. സാജൻ കേരളത്തിലെ പൊതുശല്യമാണ്. കയ്യടി കിട്ടാൻ 80% വാർത്തകൾ, കോർപ്പറേറ്റുകളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാൻ 20% വാർത്ത. MA യൂസഫ് അലി, രവിപിള്ള, ശാന്തിഗിരി സ്വാമി, BLM കല്യാൺ, മലബാർ ഗോൾഡ്, ഭീമ, ചെമ്മണ്ണൂർ, ബാങ്കുകൾ, ജ്വല്ലറികൾ, ഇവർക്കെതിരെ എല്ലാം ബ്ലാക്ക്മെയിൽ ചെയ്ത സംഭവത്തിൽ കേസുണ്ട്. ബിലീവേഴ്സ് ചർച്ചിനെ ബ്ലാക്ക്മെയിൽ ചെയ്തു. രാജീവ് ചന്ദ്രശേഖരൻ 50 ലക്ഷം രൂപ വാങ്ങി. കോൺഗ്രസ് നേതാക്കൾ അനിൽ അക്കരെ, TN പ്രതാപൻ തുടങ്ങിയവരുടെ കേസുകൾ നടക്കുന്നു. ഇത്ര വലിയ ബ്ലാക്ക്മെയിലുകാരനെ പണത്തിനും തലശ്ശേരിയിലെ മത്സരം സുഗമമാക്കാനും പി ശശി സഹായിച്ചു. സാജനേക്കാൾ വലിയ ചെറ്റയും ചതിയനുമാണ് ശശി. N ബിനീഷ് FB എന്ന് പറഞ്ഞിട്ടാണ് ഈ വാട്സപ്പിലൂടെ പ്രചരിക്കുന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ കുറിപ്പ് ഇപ്പോൾ എൻ്റെ കയ്യിലേക്കും ഒരുപാട് പേര് അയച്ചു തന്നത്. നോക്കുക, ഞാൻ ആദ്യമേ പറയട്ടെ, ഈ പോസ്റ്റിൽ വസ്തുതാപരമായ പല പിശകുകളുമുണ്ട്. അതിലൊന്ന്, ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി തൃക്കാക്കരയിൽ മത്സരിച്ച ഡോക്ടർ ജോ ജോസഫ് അല്ല സാജനെതിരെ പരാതി കൊടുത്തത്. സാജനെതിരെ പരാതി കൊടുത്തത് ക്യാൻസർ ചികിത്സകനായിട്ടുള്ള ജോജോ ജോസഫാണ്. ഡോക്ടർ ജോജോ ജോസഫിൻ്റെ പരാതിയിൽ അദ്ദേഹത്തിൻ്റെ ഫോൺ ടാപ്പ് ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ എഴുതി ചേർത്ത് പരാതി കൊടുക്കുകയും കടവന്ത്ര പോലീസ് അതിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും അതിനെതിരെ സാജൻ വീഡിയോ ചെയ്തതിന് മറ്റൊരു FIR കൂടി രജിസ്റ്റർ ചെയ്യുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾക്കിടെയാണ് കോടതി ഇത്തരത്തിൽ പറഞ്ഞത്. എന്ന് മാത്രമല്ല, സാജനെതിരെ ബ്ലാക്ക്മെയിൽ ചെയ്തതിന് ഇത്രയധികം കേസുകൾ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. 200-ലധികം കേസുകൾ, അതും കല്യാൺ അടക്കമുള്ള, കല്യാണിൻ്റെ പരസ്യമൊക്കെ സാജനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരിക്കലും സാജനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സാജന് അനുകൂലമായിട്ട് അവർക്ക് പരസ്യം കൊടുക്കില്ലല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരുപാട് ആശയക്കുഴപ്പങ്ങളും തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങളും ഈ പോസ്റ്റിൽ ഉണ്ട് എങ്കിലും സാജനെ സംരക്ഷിക്കുന്നത് ആരാണ് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. പ്രത്യേകിച്ച് കോടതി പോലും പോലീസിനെ ഇക്കാര്യത്തിൽ എടുത്തിട്ടലക്കിയ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് സാജനെതിരെ നടപടിയെടുക്കാൻ പോലീസ് മടിക്കുന്നത്? ഏത് ഉന്നതനാണ് സാജനെ സംരക്ഷിക്കുന്നത്? സാജനെ മുഖ്യമന്ത്രിക്ക് പേടിയാണോ? പാർട്ടിയും മുഖ്യമന്ത്രിയും സാജനെ പേടിച്ചിട്ട് സാജനെതിരെ നടപടിയെടുക്കാൻ മടിക്കുകയാണോ? ഇങ്ങനെ ഒരുപാട് ചർച്ചകൾ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ കോടതി സാജൻ്റെ പേരിൽ, മറുനാടൻ്റെ പേരിൽ സർക്കാരിനെ അല്ലെങ്കിൽ പോലീസിനെ രൂക്ഷമായി കടന്നാക്രമിച്ചത് സർക്കാരിന് വലിയ നാണക്കേടാണ്. ഇതിൽ കൃത്യമായ വിശദീകരണം മുഖ്യമന്ത്രി നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായിക്കും പാർട്ടിക്കും അത് വലിയ നാണക്കേടാണ്. സാജനെ ഭയന്ന് നിങ്ങൾ ഓടിയെന്ന് ജനങ്ങൾ വിലയിരുത്തും. അതാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആധാരമായിട്ടുള്ള കാര്യം.